ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഓട്ടുപാത്രങ്ങളൊക്കെ സ്വർണം പോലെ തിളങ്ങാനുള്ള ഒരു 3 ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കാശ് ചിലവാക്കി 150 രൂപയൊക്കെയാണ് നമ്മൾ ഈ ഓട്ടുപാത്രം ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ്സും അതേപോലെ പൊടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2-3 പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിളക്കുകളെ പളപളാ തിളക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കർക്കിടക മാസമായാൽ നമ്മൾ വീടും എല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ നമ്മൾ തേച്ച് മിനുക്കി എടുക്കും. അപ്പോൾ അതും കൂടി ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും പാത്രങ്ങൾ കഴുകാനുണ്ട്. ഞാൻ ഇത് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ 17-ാം തീയതിയാണ് നമ്മുടെ കർക്കിടകം 1-ാം തീയതി വരുന്നത്. അപ്പോഴേക്കും നമ്മൾ എന്തായാലും ഓട്ടുപാത്രങ്ങളൊക്കെ കഴുകും. പിന്നെ എൻ്റെ ഈ പാത്രങ്ങൾ ഇത്രയും അലങ്കോലമാവാൻ കാരണം നമ്മൾ സ്ത്രീകൾക്ക് ഒരു 7 ദിവസം തൊടാൻ പറ്റില്ല. അപ്പോൾ അതിൽ വന്നതാണ് കണ്ടോ, എണ്ണ അടിയിലൊക്കെ പച്ച ക്ലാവ് പിടിച്ചേർക്കണം. അപ്പോൾ എന്തായാലും നമുക്കിത് വൃത്തിയാക്കാം. അധികം ഞാൻ പറഞ്ഞ് അലങ്കോലപ്പെടുത്തുന്നില്ല. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വൃത്തിയാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ എണ്ണേനെയൊക്കെ മാറ്റി ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നമുക്കിതൊക്കെ തുടച്ച്, ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും തുണി എടുത്തിട്ട് നമുക്കിത് തുടച്ച് ഇതിലത്തെ മെഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം ക്ലാവും പിന്നെ തിരിയിട്ടിട്ട് കത്തിച്ചതിൻ്റെ കരിയും ഒക്കെയും നമ്മുടെ വിളക്കിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. പക്ഷേ ഇത് വലിയ ടാസ്ക് ഒന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതിലത്തെ എല്ലാം കളയാം. അപ്പോൾ ഞാൻ 3 മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എണ്ണ കാട്ടുന്ന എല്ലാ വീടുകളിലും ഈ സാധനം ഉണ്ട്. അതായത് നമ്മൾ വെളിച്ചെണ്ണ ആക്കി കൊണ്ടുവരുമ്പോൾ ആ ക്യാൻ്റെ അടിയിൽ ആ എണ്ണയിൽ നിന്ന് ഊറുന്ന ഒരു കീടൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ഇത് നല്ലൊരു ക്ലെൻസറാണ്, മോയ്സ്ചറൈസറാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഒരു പാത്രത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മെഴുക്കൊന്നും പിടിക്കില്ല. എന്നാൽ നിലത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ മെഴുക്ക് പിടിക്കും കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ കുളിക്കൊക്കെ ചെയ്യുമ്പോൾ സോപ്പിന് പകരം യൂസ് ചെയ്യാം. പണ്ടൊക്കെ ഞങ്ങൾ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പിന് പകരമൊക്കെ യൂസ് ചെയ്താലും നമ്മുടെ മേത്ത് മെഴുക്കായിട്ട് ഇരിക്കില്ല എന്നൊരു മോയ്സ്ചറായിട്ട് നല്ലൊരു സംഭവമാണിത്. ഇന്നൊന്നും ആരും യൂസ് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുളിമുറിയൊക്കെ നാശാവും പറഞ്ഞിട്ട്, മെഴുക്കായിട്ട് നാശാവും പറഞ്ഞിട്ട് ഇന്ന് ഉപയോഗിക്കില്ല. പക്ഷെ നിങ്ങൾ ഇതുകൊണ്ടൊന്ന് കരിപ്പാത്രമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓട്ടുവിളക്കൊക്കെ കഴുകി വെക്കും. കരി പോവാനും ആയാലും ഓട്ടുപാത്രങ്ങളൊക്കെ നല്ല പളവളാ ശരിക്കും സ്വർണം പോലെ തിളങ്ങും. നിങ്ങളൊന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം തേച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇതിപ്പം തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് അതോടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ അടുത്ത മെത്തേഡ് കാണിക്കാം. ഞാൻ കണ്ടോ, എൻ്റെ കൈയൊക്കെ കഴുകുമ്പോൾ കണ്ടോ മെഴുക്കൊന്നുമില്ല. അതേപോലെ കൈയിനൊക്കെ നല്ലൊരു സോഫ്റ്റായി കിട്ടും. കൈയിന് ഒരു കേടും ഇല്ലാത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത മെത്തേഡ്, നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം, അതെടുത്തിട്ട് നമുക്ക് ഈ പാത്രം ഞാൻ അതുകൊണ്ടാണ് കഴുകണത്. നന്നായിട്ട് കുറച്ച് വെള്ളവും ആക്കി ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ വയ്ക്കാം. അതും കുറച്ച് നേരം ഇരിക്കട്ടെ. ഈ ചാരം ഉണ്ടല്ലോ കയ്യിലാക്കുന്നത് നന്നല്ല. എൻ്റെ കയ്യിനൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് ചാരം കയ്യിലാക്കി കഴിഞ്ഞാൽ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് 2 സാധനങ്ങൾ കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. 2 3 ചേർക്കാം. ഞാൻ ഇവിടെ 2 ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് സോഡാപ്പൊടിയാണ്, അതായത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയും, അതാണ്. പിന്നെ ഒന്ന് നമ്മളുടെ ഡിഷ് വാഷ്, ഞാനിവിടെ വിമ്മാണ് യൂസ് ചെയ്യണത്. അതും കൂടി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായി ഡൈല്യൂട്ട് ചെയ്യാം. ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ നാരങ്ങനീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർക്കാട്ടോ, അത് കുറച്ചും കൂടി നല്ലതാണ്. എനിക്ക് ഒക്കെ കൂടി ആകുമ്പോൾ കയ്യിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുള്ളൂ. അത് കാരണം ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് കുറച്ച് നേരം ഇതും നമുക്ക് വെക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതോ ആയിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കീടൻ, അതായത് എണ്ണയുടെ കീടൻ എടുത്ത് നമുക്ക് ആ വിളക്കുമ്പോൾ ഒന്നുകൂടി തേക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തേക്കുകയാണ്. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ, അതായത് ഇത് വെറും ഈരൻ്റെ സ്ക്രബ്ബറാണ്. ഇതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ഉറച്ചു കൊടുക്കാം. മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വലിയ അഴുക്കൊന്നും ഇല്ല വെച്ചാൽ അത് ഉപയോഗിക്കേണ്ട. എന്താ വെച്ചാൽ ഇതുമ്മ വേഗം വര വീഴും. ഇതാവുമ്പോൾ വര വീഴില്ല. പിന്നെ നമ്മളെ എഡ്ജുകളൊക്കെ നന്നായി ഉരയ്ക്കണം. അതിൻ്റെ ഉള്ളിലാണ് എഡ്ജ് പറഞ്ഞാൽ അങ്ങനെ ഇടുക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അഴുക്ക് മെഴുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പൊടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും.
കണ്ടോ, നല്ല വൃത്തിയായില്ലേ. ഞാൻ വേറൊരു സോപ്പോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കഴുകുമ്പോൾ ഒരു മെഴുക്കോ ഒന്നും അതുമേ ഇല്ല. ഇനി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉള്ളവർ കേട്ടോ, കീടനുള്ളവർ എല്ലാവർക്കും വീട്ടിലുണ്ടാവില്ല. ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നമുക്ക് ചാരം കൊണ്ടുള്ളത് കഴുകാം. അത് ഞാനൊന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അരയ്ക്കണത്. കൈ കൊണ്ട് വല്ലാണ്ട് കൈ കൊണ്ടാക്കുമ്പോൾ എനിക്ക് കൈ ഇങ്ങനെ ഒരു തരം പൊള്ളണ പോലെയാണ്, ഒരു ചൂടാണ്. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ കൊണ്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉരയ്ക്കണത്. പണ്ടൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് പാത്രം കഴിക്കാറുള്ളത്, പക്ഷേ ഇപ്പം പറ്റണില്ല, എന്ത് ചെയ്യാനാ. അപ്പം നമ്മൾ ചാരം കൊണ്ട് കഴുകിയാൽ അടിപൊളിയായിട്ട് തന്നെ വൃത്തിയാവും കേട്ടോ. കണ്ടോ, നല്ല തിളക്കണ്ട്. ഇപ്പോൾ ചാരും ഒട്ടുപാത്രം കഴുകുക അടിപൊളിയാണ്. ഇനി സോഡാപ്പൊടിയും ഡിഷ് വാഷും കൂടിയിട്ടുള്ളതാണ്. ഇത് പിന്നെ കുറച്ച് കൂടുതൽ ഇടുക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേരം വിളക്ക് കത്തിച്ച് വെക്കുന്നത് ഇതിലാണ്. അത് കാരണം കൊണ്ട് ഇതിന് നല്ലോണം അഴുക്കുണ്ട്. അപ്പം നല്ലോണം ഉരക്കി തന്നെ വേണം. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളം തുടച്ചെടുക്കണം എന്നൊന്നുമില്ല, അങ്ങനെ എവിടെയെങ്കിലും ചെരിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് ആ കാറ്റ് കൊണ്ട് ഉണങ്ങും, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടൊക്കെ ഉണക്കാം. ഞാനിങ്ങനെ തുണി കൊണ്ട് തുടയ്ക്കണം. എന്താ വെച്ചാൽ അങ്ങനെ ഉണക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെള്ളത്തിന് ഹാർഡ്നെസ് കൂടുതലായ കാരണം കൊണ്ട് നിറയെ വെള്ള ഡോട്ട്സ് വരുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് തുടച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏത് മെത്തേഡാണ് ചെയ്യണത് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.